എടയാട്ടുപറമ്പിലെ വിശേഷങ്ങൾ എന്ന ബാലസാഹിത്യ കൃതിയെക്കുറിച്ച് മേരി തോമസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പുസ്തകാസ്വാദനം. വി ആർ നോയൽരാജ് എഴുതിയ എടയാട്ടുപറമ്പിലെ വിശേഷങ്ങൾ എന്ന ബാലസാഹിത്യ കൃതിയുടെ ആസ്വാദനക്കുറിപ്പ്. 13 കഥകൾ ഉൾപ്പെടുത്തിയ കൃതിയാണത്. എടയാട്ടുപറമ്പ് പ്രദേശത്തെ വിശേഷങ്ങൾ വായനക്കാരോട് പറയുകയാണ് കഥാകൃത്ത്. ആ സ്ഥലത്ത് താമസിച്ചിരുന്ന തവളകൾ ഇടുക്കി ഡാമിലെ വെള്ളം ഒഴുകി വന്ന് പുഴയായി മാറിയപ്പോൾ പലയിടങ്ങളിലേക്ക് പോകേണ്ടി വരികയും പിന്നീട് അവിടേക്ക് ചിലർ തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ പഴയ പോലെ കച്ചേരിക്ക് കൊഴുപ്പില്ല എന്നാണ് പറയുന്നത്. ഇത് സമൂഹത്തിലെ ചില ജീവിതങ്ങളെ സൂചിപ്പിക്കുകയാണ്. വെളിച്ചം കാണിക്കുന്നവർ എന്ന കഥയിൽ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുകയല്ല, മറിച്ച് അവരെ ചേർത്ത് പിടിച്ച് തെറ്റിൽ നിന്ന് ശരിയായ വഴിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. മൂല്യങ്ങൾ എവിടെയുണ്ട് എന്ന കഥയിൽ ക്ഷമയും അതിയായ ആഗ്രഹവും ഉണ്ടെങ്കിൽ ഒരാൾ വിചാരിച്ചാലും ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഒരു കുട്ടി തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ്. ശങ്കുണ്ണി മാമൻ എന്ന കഥയിൽ മാമൻ കുട്ടിയുടെ രക്ഷകനായി മാറുന്നു. മാത്രമല്ല, കുട്ടികൾക്ക് ഇതൊരു താക്കീത് കൂടിയാണ്. കൂട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടം വിട്ട് ഒറ്റയ്ക്ക് പോകരുത് എന്നും അത് ആപത്ത് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നതെന്നും സൂചിപ്പിക്കുന്നു. അല്പം ലാഭം വിചാരിച്ച് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ നഷ്ടമുണ്ടാക്കും എന്ന ചിന്ത പകരുന്നതാണ് കൊച്ചുകൃഷ്ണന്റെ വിശപ്പ് എന്ന കഥ. ഒരു പ്രദേശത്തിന്റെ സംരക്ഷകനായി പ്രവർത്തിച്ച രംഗൻ എന്ന കോഴിക്ക് സ്മാരകം പണിയുന്നത് ഒട്ടും അതിശയോക്തിയല്ല. സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യുന്നവരെ എന്നും മറ്റുള്ളവർ ബഹുമാനിക്കും എന്ന സന്ദേശം കൂടി ഇതിലുണ്ട്. മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കരുതെന്നും എല്ലാ ജീവികളെയും സ്നേഹിക്കണമെന്നുമുള്ള ഗുണപാഠം ഉൾക്കൊള്ളുന്നതാണ് കുതിര കുതിര എന്ന കഥ. ഒരാൾക്ക് താങ്ങായി മറ്റൊരാൾ കൂടി ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുന്നതാണ് ഉയരവും വെള്ളവും എന്ന കഥ. ആരും മറ്റുള്ളവരെ അനുകരിക്കരുതെന്നും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാവൂ എന്നുമാണ് നാറാണത്ത് അപ്പു എന്ന കഥയിലെ സാരം. മിണ്ടാപ്രാണികളെ ഒരു ചെറിയ പയ്യന്റെ കയ്യിൽ നിന്നും മോഷ്ടിക്കാമെന്ന് ചിന്തിച്ച മോഷ്ടാക്കൾക്ക് തക്ക പ്രതിഫലം തന്നെ ലഭിച്ചു. മോഷ്ടാക്കളുടെ ദുർഗതി എന്ന കഥയിൽ നിറത്തിലല്ല സൗന്ദര്യമെന്നും ഓരോ പ്രവൃത്തിയിലുമാണ് സൗന്ദര്യം കുടികൊള്ളുന്നതെന്നുമുള്ള സന്ദേശം നൽകുന്നു സൗന്ദര്യ മത്സരം എന്ന കഥയിലൂടെ. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന കുട്ടിക്ക് ആപത്ത് വന്നപ്പോൾ താൻ ഉപദ്രവിച്ചയാൾ തന്നെ കുട്ടിയെ സഹായിച്ചപ്പോൾ അവന്റെ മനസ്സിൽ ആർദ്രത കൈവന്നതായി കാണുന്നു. തെരുവ് പട്ടികളെ ഭക്ഷണം നൽകി വളർത്തുന്നവർ ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ് ഈ നായ്ക്കൾ മറ്റുള്ളവർക്ക് എന്തുമാത്രം ശല്യം ഉണ്ടാക്കുന്നു എന്നത്. എന്തായാലും കാളയുടെ ഇടപെടൽ കറുമ്പൻ നായയുടെ ബുദ്ധി ഉണർത്തി എന്ന് വേണം കരുതാൻ. എല്ലാ കഥകളും വായിക്കാനും വായിച്ച് ചിന്തിക്കാനും സ്വയം തിരുത്താനും ഉതകുന്നതാണ്. പ്രസാധനം ചിത്രരശ്മി ബുക്സ്.